നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന് നടക്കും. ചങ്ങമ്പുഴ പാർക്കിനോട് സമീപത്തുള്ള ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. മൃതദേഹം ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. രാവിലെ 7-ന് ആരംഭിച്ച പൊതുദർശനം 9 വരെ നീളും. ജില്ലാ കളക്ടർ ഹൈബി ഈഡൻ MP, മന്ത്രി P രാജീവ് അടക്കമുള്ള നിരവധി പ്രമുഖർ ചങ്ങമ്പുഴ പാർക്കിലെത്തി രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ചു. ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. 12 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാട് മുഴുവൻ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയാണെന്നും ലോകത്തെ തന്നെ നടുക്കിയ സംഭവത്തിൽ ഒരു മലയാളി ഉണ്ടെന്നത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്നും ഹൈബി ഈഡൻ MP പ്രതികരിച്ചു. രാമചന്ദ്രന്റെ മകളുടെ വാക്കുകൾ രാജ്യത്തിനുള്ള സന്ദേശമാണ്. രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് വാക്കുകൾ. കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നുവെന്നും MP പറഞ്ഞു. രാജ്യം ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന് മന്ത്രി P രാജീവ് പ്രതികരിച്ചു. ഉറ്റവരുടെ മുന്നിൽ വെച്ചാണ് പലർക്കും വെടിയേറ്റത്. കാശ്മീരി ജനതയുടെ മാനവികതയുടെ നിലപാടാണ് രാമചന്ദ്രന്റെ മകൾ പറഞ്ഞത്. ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും P രാജീവ് പറഞ്ഞു. മകൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം കാശ്മീരിലേക്ക് യാത്ര പോയ രാമചന്ദ്രൻ മകളുടെ കൺമുന്നിൽ വെച്ചാണ് ഭീകരരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. മകൾ ആരതിക്ക് നേരെ ഭീകരർ തോക്കു ചൂണ്ടിയെങ്കിലും വെറുതെ വിട്ടു. പഹൽഗാമിലെ ബൈസറൺ വാലിയിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഭീകരാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബയുടെ ഉപസംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്തെത്തിയിരുന്നു. ലഷ്കർ നേതാവ് സെയ്ഫുള്ള കസൂരിയാണ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെന്നാണ് വിവരം.